BJPയെ സംബന്ധിച്ചിടത്തോളം ആർ ശ്രീലേഖ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായല്ല. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനും BJP വിജയിച്ച ശേഷം ആദ്യത്തെ വിവാദത്തിന് തിരികൊളുത്തിയതും ശ്രീലേഖ തന്നെയായിരുന്നു. അതാകട്ടെ അവിടുത്തെ MLA ആയിരുന്ന പ്രശാന്തിൻ്റെ ഓഫീസ്, ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. പിന്നീട് അതിന് ഒരു വിശദീകരണവുമായി വരേണ്ടി വന്നു. ആ വിശദീകരണം എന്തായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. കെട്ടിടമാണ് ഇതിന്റെ സോണൽ ഓഫീസും കൗൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൗൺസിലർ എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതായിരുന്നു MLAയുടെ ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് MLAയുടെ ഓഫീസ് മാറാൻ ഉള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അത് വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പിന്നീട് വാർത്തകളിൽ നിറഞ്ഞു വന്നതിന് ശേഷം നൽകുന്ന ഒരു വിശദീകരണമായി ഇത് മാറുന്നു. ഇതാണ് ആദ്യത്തേതെങ്കിൽ തൊട്ടു പിന്നാലെ മറ്റൊരു വിശദീകരണം കൂടി സോഷ്യൽ മീഡിയയിലൂടെ ശ്രീലേഖയ്ക്ക് നടത്തേണ്ടതായി വന്നു. അതാകട്ടെ ഈ സ്ഥാനാർത്ഥിയായി, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷെ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്ന് ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയാണ് ശ്രീലേഖ ചെയ്തത്. അതും ചർച്ചയാകുമ്പോൾ അവരുടേതായ ഒരു വിശദീകരണം പുറത്തു വന്നിരുന്നു. ആ വിശദീകരണവും നമുക്കൊന്ന് കേട്ടു നോക്കാം. ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു പുതിയ കൗൺസിലേഴ്സിന്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ, എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രി വൈകിട്ട് വന്നപ്പോൾ കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? യെസ്, ഈ വിശദീകരണം എന്നത് പിന്നീട്, അതായത് കൗൺസിലർമാർക്കടക്കം നൽകിയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായില്ല എന്നത് ഉൾപ്പെടെയാണ്. അതോടൊപ്പം തന്നെയായിരുന്നു മേയർ ആയി മത്സരിപ്പിക്കാമെന്നതിന് ഉറപ്പ് നൽകിയിരുന്നു എന്നതിലടക്കമുള്ള വിശദീകരണവുമായി സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സജീവമായി എപ്പോഴും സമൂഹ മാധ്യമത്തിലൂടെ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അവിടെയാണ് ആർ ശ്രീലേഖ BJPക്ക് തലവേദന സൃഷ്ടിക്കുകയാണോ എന്ന സംശയം ഉയരുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ മേയറായി VV രാജേഷ് ചുമതലയേറ്റിട്ട് 27 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ആ 27ാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തിയതെങ്കിൽ ഈ 27 ദിവസങ്ങൾക്കിടെ ആർ ശ്രീലേഖ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളും തലവേദനകളുമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തുടർച്ചയായി തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കുന്ന സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. ആദ്യം MLAയുടെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടു, പിന്നീട് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് തന്നെ അവതരിപ്പിച്ചത് എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ അവർക്ക് ട്രെയിനിങ് നൽകിയപ്പോഴടക്കം പങ്കെടുക്കാതിരുന്നു. അത് പിന്നീട് വോട്ടെടുപ്പ് ഘട്ടത്തിലടക്കം ഉണ്ടാക്കിയ പ്രതിസന്ധികൾ. അപ്പോൾ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഓരോ വിവാദങ്ങളും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കെട്ടിടമൊഴിയാൻ ആവശ്യപ്പെട്ടതാകട്ടെ, അതോടൊപ്പം തന്നെ
മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിപ്പിച്ചത്. പിന്നീട് ട്രെയിനിങ്ങിൽ അടക്കം അല്ലെങ്കിൽ പരിശീലനം നൽകിയപ്പോഴടക്കം പങ്കെടുക്കാതിരുന്നത്, ഇതെല്ലാം വലിയ തോതിൽ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിവാദങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സാരംഗ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്തായാലും മാധ്യമങ്ങളോട് ഈ വിഷയത്തിലൊന്നും ശ്രീലേഖയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ല. ശ്രീലേഖയ്ക്ക് അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇന്നും പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം എന്നും BJPക്കൊപ്പം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ BJP എന്നും ശ്രീലേഖയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്നതാണല്ലോ ചോദ്യം. അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ ഒരു തുടക്കം തൊട്ട് തന്നെ വിവാദങ്ങളുടെ ഒരു പരമ്പരയായിട്ടായിരുന്നു ഈ RC-യിലേക്കുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ മറ്റ് ജില്ലാ നേതൃത്വമായിക്കോട്ടെ പരസ്യമായി അവരുടെ ന്യായീകരിച്ചുകൊണ്ടോ കൃത്യമായിട്ടുള്ളൊരു മറുപടി BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നീട് പിന്നീട് ഈ VV രാജേഷിൻ്റെ അടക്കം അതിനുശേഷം, അതായത് മേയർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇവർ നേരെ പോയത് ശ്രീലേഖയുടെ വീട്ടിലേക്കായിരുന്നു. അതായത് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും മേയറായിട്ടുള്ള VV രാജേഷ് അടക്കം നേരെ ശ്രീലേഖയെ കാണാൻ വേണ്ടിയായിരുന്നു തൻ്റെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നേരെ പോയത്. അതിനുശേഷവും പിന്നീടും ഉണ്ടായ പല വിവാദങ്ങളിലും കൃത്യമായ ഒരു മറുപടി, അതായത് ഈ ഒരു ഓഫീസ് മുറി ഒഴിയുന്ന കാര്യമായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിലൊന്നിലും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം നൽകിയത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫയലുകളും രേഖകളടക്കം പരിശോധിക്കണം, അങ്ങനെയുള്ള, അതായത് പൂർണ്ണമായും തള്ളാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായ ഒരു വിശദീകരണം നൽകാനും സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ ജില്ലാ നേതൃത്വമായിക്കോട്ടെ തയ്യാറായിട്ടില്ല. പിന്നീട് അതായത് ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല, പിന്നീട് തഴയപ്പെട്ടു എന്ന കാര്യം പുറത്തേക്ക് വന്ന സമയത്തടക്കം നേതൃത്വം ശക്തമായി തന്നെ കൂടെ നിൽക്കേണ്ട ഒരു സമയത്ത് പോലും ആ ഒരു തരത്തിലുള്ളൊരു വിശദീകരണവും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു വിഷയമാണെങ്കിൽ പോലും അത് ഒരു തിരുവനന്തപുരത്തെ നേതൃത്വത്തിനും ഒപ്പം തന്നെ ഒരു വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം വളരെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, അതായത് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ, അതായത് കൗൺസിലർമാരെല്ലാം ഇവിടെ എത്തിച്ചേരുന്ന സമയത്തടക്കം ഈ ഒരു ശ്രീലേഖ മാറി നിൽക്കുന്ന ഒരു വിഷയം BJPക്ക് വീണ്ടും ഒരു തലവേദന ഉണ്ടാകുന്നു. ഇതിലെല്ലാം കൃത്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീലേഖ ഒരു വിശദീകരണം നൽകുന്നു. മാധ്യമങ്ങളെ അടക്കം ഒരു സമയത്ത് വിമർശിച്ചിരുന്നു. അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിനടക്കം നൽകിയ ഒരു ഇൻ്റർവ്യൂ അടക്കം പിന്നീട് വിവാദമായ സമയത്തടക്കം പിന്നീട് മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഒരു വിശദീകരണം അടക്കം വന്നത്. പക്ഷേ ഇതിലൊന്നും പരസ്യമായ പ്രതികരണത്തിന് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് വളരെ ശ്രദ്ധേയം. അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് തുടർച്ചയായി ഒരു പരസ്യമായ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇവർ തമ്മിലുള്ള ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എന്ന തലത്തിലുള്ള പ്രശ്നങ്ങൾ അത് പല വേദികളിലായി കാണിക്കുന്നത് അത് വീണ്ടും ഒരു ബുദ്ധിമുട്ട്. അതായത് നിയമസഭാ ഇലക്ഷനിലേക്ക് അടക്കം പരിഗണിക്കപ്പെടേണ്ട ഒരു പേരാണ് ഇപ്പോൾ ശ്രീലേഖ എന്നാണ് നേതൃത്വമടക്കം ചർച്ച ചെയ്യുന്നൊരു വിഷയം. കാരണം ഈ ഒരു മേയർ സ്ഥാനം എന്നത് നൽകാൻ കഴിയില്ല. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം ഒരു സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ, അതായത് നേതൃത്വത്തെ അടക്കം ഇപ്പോൾ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കി കൊണ്ടുവന്ന തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളടക്കം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലടക്കം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഭിലാഷ്, എന്തായാലും BJPയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു, BJPക്ക് തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുന്നു ശ്രീലേഖ എന്ന് തന്നെയാണ്. വിശദീകരണങ്ങൾ നിരവധിയായി, അതായത് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു മാസം പോലും പൂർത്തിയാക്കിയിട്ടില്ല. അതിനോടകം തന്നെ ഓരോ വിഷയത്തിലും ഇങ്ങനെ നിരന്തരമായി വിശദീകരണങ്ങൾ നൽകേണ്ട ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് സാഹചര്യം. വാർത്തയുടെ വിശദാംശങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.